15 വർഷത്തിന് ശേഷം ബംഗാൾ മാറുകയാണ്. ക്ലീൻ ആക്കാൻ തന്നെയാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. BJPക്കൊപ്പം ബംഗാൾ ജനതയും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു സംഭവം ഉണ്ടായി. ഒരു കൗൺസിലർ, TMCയുടെ ഒരു കൗൺസിലർ, അയാളുടെ പേര് ഭാസ്കർ റുജയ് എന്നാണ് അയാളുടെ പേര്. ഇയാളെ അവിടുത്തെ ജനങ്ങൾ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു കാഴ്ച പുറത്തു വന്നു. എന്തിനാണ് തല്ലിയതെന്ന് ചോദിച്ചാൽ, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ പേരിൽ അവിടുത്തെ ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാം, സർക്കാരിൽ നിന്ന് വീട് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ 10,000, 15,000, 30,000 രൂപയൊക്കെ കമ്മീഷൻ വാങ്ങി. TMCക്ക് അധികാരം നഷ്ടപ്പെട്ടു. ആ വീട് പണം കൊടുത്തവർക്ക് ആർക്കും വീട് കിട്ടിയില്ല. ഇയാളുടെ വീട് കയറി അവിടുത്തെ ജനങ്ങൾ മുഴുവൻ അടിച്ച് ഇയാളെ ഇഞ്ച പരുവമാക്കി. മാത്രമല്ല, ഇവിടെ ഇപ്പോ കേരളത്തിൽ ബംഗാളിലെ ആളുകളെ കൊണ്ട് ഒരു തട്ടി നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഇപ്പൊ നമുക്ക് അവരെയൊക്കെ വളരെ കുറച്ചേ കാണാൻ കഴിയുന്നുള്ളൂ. എല്ലാവരും ഈ തിരഞ്ഞെടുപ്പിന്റെ പേരിൽ ബംഗാളിലേക്ക് പോയി തിരിച്ചു വരുന്നില്ല. അവിടെ വളരെ വലിയ വികസനം ഉണ്ടാകുന്നു. ബംഗ്ലാദേശികളെ മുഴുവൻ ബംഗാളിൽ നിന്ന് കയറ്റി അവരുടെ രാജ്യത്തേക്ക് തന്നെ അയക്കുന്നു. ഇനി ആരെങ്കിലും അനധികൃതമായി വന്നാലോ പിടിക്കപ്പെടുകയോ ചെയ്താൽ BSFന്റെ തോക്കുമുനയിൽ തീരും. ആ ലെവലിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അപ്പൊ ബംഗാൾ തൂത്ത് വൃത്തിയാക്കാൻ തന്നെയാണ് സുവേന്ദു അധികാരിയും BJP സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ? ശരിക്കും അങ്ങനെ പറയാം. കാരണം ഈ ബംഗാളിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ജനസംഖ്യ സന്തുലനം തന്നെ തകർന്നു. 2014 പോലുള്ള കണക്കെടുത്താൽ ഒരു വർഷം 20,000-ലധികം ബംഗ്ലാദേശികളാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയത്. ഇപ്പോൾ സുവേന്ദു അധികാരി അധികാരമേറ്റതിന് ശേഷം, അല്ലെങ്കിൽ ഈ SIR ഒക്കെ നടപ്പാക്കിയ ശേഷം ഇതിൽ 75% കടന്നുവരവ് കുറഞ്ഞു എന്ന് മാത്രമല്ല, ഇവർക്ക് യഥാർത്ഥ ഈ പറയുന്ന തിരിച്ചറിയൽ കാർഡ് മറ്റ് രേഖകളൊന്നുമില്ലെങ്കിൽ ഇവരെ പിടികൂടി രാജ്യത്തിന് പുറത്തേക്ക് കടത്താനായിട്ട് സുവേന്ദു അധികാരി കർശന നിർദ്ദേശം നൽകി. അതായത് ആ സംസ്ഥാനത്തെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മുതൽ മുകളിലേക്ക് ആർക്ക് വേണമെങ്കിലും അനധികൃതമായിട്ട് കടന്നു വന്ന ബംഗ്ലാദേശിയാണെന്ന് കണ്ടാൽ ഇവരെ പിടികൂടാം, അറസ്റ്റ് ചെയ്യാം. എന്നിട്ട് കോടതിയിൽ ഹാജരാക്കേണ്ട, നേരെ BSFന് കൈമാറിയാൽ മതി. BSF ഇവരെ കൊണ്ടുവന്ന് ഈ പറയുന്ന ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകും. ഈ കഴിഞ്ഞ 78 വർഷം, അതായത് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞ 78 വർഷമായിട്ട് ഇന്ത്യയും ഈ പറയുന്ന ബംഗ്ലാദേശും തമ്മിൽ, പ്രത്യേകിച്ച് ബംഗാൾ മേഖലയിലൊന്നും യാതൊരു അതിർത്തിയില്ല. മൊത്തം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി 4096 കിലോമീറ്ററാണ്. ഇതിൽ തന്നെ 2216 കിലോമീറ്ററും ബംഗാളിലായിരുന്നു. ഈ തുറന്നു കിടക്കുന്ന അതിർത്തി വഴി പശുക്കടത്തൽ നടത്തും, മയക്കുമരുന്ന് കടത്തും, അതുപോലെ അനധികൃതമായിട്ട് ആളുകൾ നുഴഞ്ഞു കയറും. എന്നിട്ട് ഇവിടെ നിന്ന് വോട്ടേഴ്സ് കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖകളൊക്കെ സമ്പാദിച്ചുകൊണ്ട് ഇവിടുത്തെ പൗരന്മാരായിട്ട് മാറും. അങ്ങനെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട വിഭവങ്ങൾ ഇത് മുഴുവൻ ഇവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് തന്നെ തുടക്കത്തിൽ പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന നിരവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികളിലൊക്കെ തന്നെ ഗുണഭോക്താക്കളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നില്ല. ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളായ നേതാക്കൾ, അനുയായികളുണ്ട്. അവർ വന്നിച്ച് ഓരോ ഗ്രാമീണരിൽ നിന്നും പണം പിരിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ഇത്ര രൂപ തന്നാൽ നിങ്ങൾക്ക് ഇന്ന ഗ്രാമീണ ആവാസ് യോജന പദ്ധതി പ്രകാരം, അല്ലെ പ്രധാനമന്ത്രിയുടെ മറ്റു പദ്ധതി പ്രകാരം ഇന്ന വീട്, മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തരും. ഇതൊക്കെ സൗജന്യമായി കിട്ടേണ്ടതാണ്. മമതാ ബാനർജിയുടെ സർക്കാർ ഇതിനും സമ്മതമുള്ളൂ. എന്നിട്ട് ഈ പണമെല്ലാം എടുത്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് ഇവരെ കാലാകാലങ്ങളായിട്ട് കൊള്ളയടിക്കുന്നു. പക്ഷേ ഇപ്പോൾ സുവേന്ദു അധികാരി വരികയും ഇത്തരം പദ്ധതികളുടെ പ്രയോജനം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സൗജന്യമായി കിട്ടുന്നതാണ് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ തദ്ദേശീയരായ മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ കുടിയേറി വന്ന ബംഗ്ലാദേശി മുസ്ലിങ്ങളെ കൊണ്ട് പൊറുതിമുട്ടി. അവർ ഈ സത്യമെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഗുണ്ടാ നേതാക്കളുടെ വീട് തിരക്കി ചെന്ന് അവരെ മർദ്ദിക്കുക. കാരണം ഇവർ പൈസ കൊടുത്തിട്ടാണ് വീട് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്, പൈസ കൊടുത്തിട്ടാണ് കക്കൂസ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്, പൈസ കൊടുത്തിട്ടാണ് മറ്റ് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ സൗജന്യമായിരുന്നു. അപ്പോൾ ഇത് സൗജന്യമാണെന്നുള്ള കാര്യം പോലും മറച്ചു വെച്ചാണ് മമതയുടെ സർക്കാർ ഇത്രയും കാലം അവിടെ ഭരിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഏതാണ്ട് 60-70% ഭാഗത്ത് നമ്മൾ ഈ ഇരുമ്പ് ഫെൻസിങ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഫെൻസിങ് പൂർത്തിയാക്കിയതോടുകൂടി അവിടെ നിന്ന് ആളുകൾക്ക് കടന്നു വരാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ തദ്ദേശീയരായ ഗ്രാമീണവാസികൾ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി. അവിടുത്തെ ഈ ബംഗ്ലാദേശിലെ ബോർഡർ ഫോഴ്സ് ഉണ്ട്, അവർ വന്ന് നമ്മുടെ നാട്ടിലെ BSF സർവേ ഉദ്യോഗസ്ഥരുമായിട്ട് ഏറ്റുമുട്ടൽ, ഉന്തും തള്ളും ഇതെല്ലാം ഉണ്ടാകും. ഇനി പറയുന്നു, ഇനി നമ്മൾ തോക്കെടുക്കും. കാരണം ഞങ്ങളുടെ സംസ്ഥാനത്തെ, ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കണം. ഇപ്പോൾ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം മൊത്തം ഒന്ന് അതിർത്തി അടച്ചുപൂട്ടി ഫെൻസിങ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിലുള്ള കുടിയൊഴുക്ക് നിർത്തും എന്ന് പറഞ്ഞാൽ അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും. അപ്പോൾ ബംഗ്ലാദേശികൾ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നു. അസന്തുലിതമായി നിന്നിരുന്ന അവിടുത്തെ ഗ്രാമീണ മേഖലയിലേക്ക് കേരളമടക്കം സംസ്ഥാനങ്ങളിൽ വന്ന ഈ ഭായിമാർ എന്ന് വിളിക്കുന്നവർ തിരിച്ചു പോകുന്നു. അവർ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നത് കാരണം അന്ന് SIR ഉള്ളത് കൊണ്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഇവരെല്ലാം അങ്ങോട്ടേക്ക് എന്ന
യഥാർത്ഥ ബംഗാളിൽ ഇപ്പോൾ അവിടെ തന്നെ കഴിയുന്നു. കാരണം കേരളത്തിൽ വന്ന് പണിയെടുത്ത് കിട്ടുന്ന പൈസയുടെ ഒരു നല്ല ശതമാനം, അത്രയും തുക അവിടുത്തെ ഫാക്ടറികളിൽ നിന്ന്, കമ്പനികളിൽ നിന്ന് അവർക്ക് നൽകാൻ അവിടുത്തെ സർക്കാർ ശ്രമം തുടങ്ങി. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് പണിയെടുക്കേണ്ടത്? മാത്രമല്ല, ഇവിടെ പണിയെടുക്കുന്ന ബംഗാളികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, നമ്മുടെ മലയാളികൾ മേടിക്കുന്ന ശമ്പളത്തേക്കാൾ 200-300 കുറവ് ആൾക്ക് കിട്ടുന്നത്. അവർ പറയുന്നു, ഇനി മലയാളി മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം തരണം, എങ്കിലേ ഞങ്ങൾ ജോലിക്ക് വരൂ. അതായത് 100 തൊഴിലാളികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവിടെ 20-30 തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. അതായത് ആ 70-80 പേര് തിരിച്ചും അവിടേക്ക് പോയി. അതുകൊണ്ട് നമ്മുടെ ഹോട്ടൽ വ്യവസായം, ഹോട്ടൽ ബിസിനസ് മേഖലയുണ്ടല്ലോ, ഇവിടെ സപ്ലൈ ചെയ്യുന്ന മുഴുവൻ ഇവരായിരുന്നു, പാചകം ചെയ്യുന്ന ഇവരായിരുന്നു, മുടിവെട്ടുന്ന കടയിൽ ഇവരായിരുന്നു, അതുപോലെ തന്നെ എന്തൊരു ബസ്സിൽ കണ്ടക്ടറായിട്ട് പോലും ജോലി നോക്കി ഇവരായിരുന്നു. അങ്ങനെ സമസ്ത മേഖലയും, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നവർ വലിയ ഭാഗം തിരിച്ചുപോയി. മലയാളികളുടെ പ്രശ്നം എന്താ? മലയാളികൾ കുറച്ച് സമയം ജോലി എടുക്കും, ബാക്കി കൂടുതൽ സമയം വിശ്രമിക്കും. ബംഗാളികൾ അങ്ങനെയല്ല, ഓവർ ടൈം വരെ ജോലി ചെയ്തിട്ട് പണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശികൾ സ്വന്തം രാജ്യത്തേക്ക് ബംഗാളിൽ നാട്ടി ഓടിക്കുന്നു. അപ്പോൾ ബംഗാളിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്നു, ബംഗാൾ ജീവിക്കാൻ ഒരുപാട് അവസരം കിട്ടുന്നു, അവർക്ക് ജോലി സാധ്യത തെളിയുന്നു. അപ്പോൾ ഇവിടെ വന്നിരുന്ന ബംഗാളികൾ ഏറിയ പങ്കും ബംഗാളിലേക്ക് തിരിച്ചു പോകുന്നു, അവർ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ബംഗാളിനെ മറ്റൊരു സാമ്രാജ്യമായിട്ട്, മറ്റൊരു പുരോഗമിക്കുന്ന സംസ്ഥാനമായിട്ട് മാറ്റാനായിട്ട് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ശ്രമിക്കുന്നു. ഇതിന്റെ വ്യക്തമായ ചിത്രമല്ലേ ഇപ്പൊ കാണുന്നത്? നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 21-ാം നൂറ്റാണ്ടിൽ ഒരു വലിയ ഇഷ്യൂ ആണ്. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ച ചില പ്രദേശങ്ങൾ, അതിലൊന്നാണ് ബംഗാൾ. ആസാം ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആസാമിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആസാമിലെ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നൊക്കെ വന്നിരുന്നതായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയാണ് ചെയ്തത്. കാരണം ഇങ്ങനെ കുടിയേറി വരുന്ന, അനധികൃതമായിട്ട് കടന്നു വരുന്നതായിട്ടുള്ള ആളുകൾ അവരുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം തകർത്തുകൊണ്ടിരിക്കുക. മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളുടെ ജീവിതത്തിനാണ് അവരെ പാരവച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരെതിരെ അവരെല്ലാം കൂട്ടമായിട്ട് BJPയുടെ പാളയത്തിലെത്തുകയും BJPക്കൊപ്പം നിന്നിട്ട് അവർക്കെതിരെ പോരടിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ അസാമിൽ കണ്ടത്. അതിന് സമാനമായിട്ടുള്ളൊരു സ്ഥിതി ഇപ്പോൾ ബംഗാളിൽ ഡെവലപ്പ് ചെയ്യാണ്. ബംഗാൾ പുതിയ ബംഗാളായി മാറുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ആർക്കെങ്കിലും ലൈഫ് മിഷനിലൊരു വീട് കിട്ടുന്നത് അതിന് 10,000 രൂപ കൈക്കൂലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുമോ? ഇവിടെ എന്ത് പുകിലുണ്ടായേനെ, മാത്രമല്ല അവൻ ആ ചോദിച്ചവന് എന്ത് സംഭവിക്കും നമ്മൾ തന്നെ അറിയേണ്ട ആവശ്യം. എന്നുവെച്ചാൽ വളരെ കൃത്യമായിട്ട് ജനങ്ങൾ കാര്യങ്ങൾ അറിയുന്നവരാണ്. അവർക്കറിയാം ഇവിടെയുള്ളൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ പാർട്ടിക്കാരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് കൂടുതൽ കൊടുക്കുന്ന എന്തെങ്കിലും സമ്പ്രദായം, ഒരു പക്ഷപാതിത്വം. ആകെ അത് മാത്രമാണ് ഇവിടെ നടക്കുന്നൊരു കാര്യം. അതേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാണ്ട് 10 രൂപ 5 ഇടിയുള്ളൂ അതിന്. അത്രമാത്രം നമുക്ക് നമ്മളുടെ ഈ ഭരണ സംവിധാനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് അറിയാവുന്നവരാണ് കേരളീയർ. ബംഗാളിൽ എന്തുകൊണ്ട് ഇത് അറിയാൻ പാടില്ലാതെ, അത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും ഈ വിഷയങ്ങളൊക്കെ അവിടുത്തെ ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും? BJPക്കോ അല്ലെങ്കിൽ CPMനെയൊക്കെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിയും. ഇപ്പം ബംഗാൾ എന്ന് പറയുന്നത് വളരെ വളരെ മോശമായ തലത്തിലേക്ക് നിബന്ധിച്ചു പോയി. അവിടെ രാഷ്ട്രീയമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിത്തീർന്നു. ജനങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യമില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദരിദ്രമായിട്ടുള്ള ജീവിതം ജീവിക്കാനായിട്ട് നിർബന്ധരായി. ആ ദാരിദ്ര്യമാണ് അവരെ കൂട്ടമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. കേരളത്തിലേക്ക് അവരെ ഓടിക്കുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ആളുകളാണ്. അവർ 300 രൂപ ഒരു ദിവസത്തെ കൂലി ഉണ്ടെന്ന് വരിക. പല ആൾക്കാരോട് നമ്മൾ സംസാരിച്ച സമയത്ത് അത്രയൊക്കെ അവർക്ക് കൂലി കിട്ടാറ്. അപ്പം ഈ 300 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യാനായിട്ട് ബംഗാളിക്ക് മടി വരുന്ന സമയത്ത് ബംഗ്ലാദേശി വന്നിട്ട് പറയണ 300 വേണ്ട ചേട്ടാ, ഞങ്ങൾക്ക് 250 തന്നാലും ചെയ്യാം. അങ്ങനെ ബംഗാളികൾ അവിടെ നിന്ന് പുറത്താവേണ്ടത്. അതുകൊണ്ടാണ് അവർ ഇവിടെ വരുമ്പോൾ 800 രൂപ, 900 രൂപ, 1000 രൂപ സങ്കല്പിക്കേണ്ട വലിയ തുകയാണ്. വലിയ തുകയാണ്. ഇവിടെ ഇപ്പൊ ബംഗാൾ സുരക്ഷിതമായി കഴിഞ്ഞാൽ ശരിക്കും പറയുന്നത് നമ്മുടെ അതിർത്തി സുരക്ഷിതമായ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം സുരക്ഷിതമാവും. ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം സുരക്ഷിതമായാൽ രാജ്യം സുരക്ഷിതമാവും. അങ്ങനെയാണ് പറയുന്നത്. കാരണം നമ്മൾ ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന ആസാമിലും ബംഗാളിലും അതുപോലെ ത്രിപുരയിലുമാണ്. ഇതിൽ അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മ വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തു. ഇവിടെ അനധികൃതമായിട്ട് കുടിയേറിയ 3 സംസ്ഥാനങ്ങളും ആസാം, ത്രിപുര, ബംഗാൾ 3 സംസ്ഥാനത്ത് BJP ആണ് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് BJP ഭരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർ പറയുന്നത് അനധികൃതമെന്ന് കണ്ടു കഴിഞ്ഞാൽ
ഏരിയകൾ നിങ്ങളെ ഇനി ഞങ്ങൾ BSF-നാണ് കൈമാറുന്നത്. അതായത് അതിർത്തി കൊണ്ടുപോയിട്ട് പിന്നീട് ഇവർ തിരിച്ചു കയറിയാൽ നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറഞ്ഞിട്ട് BSF-ന് എന്ത് ചെയ്യാം? മാത്രമല്ല ഇവരുടെ അടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സുവേന്ദു അധികാരി. നിങ്ങൾക്ക് ഇവിടെ ലഭിക്കേണ്ട വിഭവങ്ങളാണ് അവർ ചൂഷണം ചെയ്യുന്നത്. ഇവിടുത്തെ ഭൂമിയുടെ വിലയാണ് അനാവശ്യമായിട്ട് വർദ്ധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടേണ്ട തൊഴിലവസരങ്ങളാണ് അവർ തട്ടിയെടുക്കുന്നത്. മാത്രമല്ല അവിടെ നിന്ന് കടന്നു വരുന്നവർ ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടിക്കാരെ ചമഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? അവർ ജോലി ചെയ്യാതെ തൊഴിലിന് പോകുന്നവരിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നു. ഇപ്പൊ ഇവിടുന്ന് കുറെ പണവും സമ്പാദിച്ച് അവിടെ പോകുന്നവൻ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അവന്റെ കുടുംബത്തിൽ നിന്ന് ഈ പറയുന്ന കുടിയേറി വന്ന ബംഗ്ലാദേശി ഗുണ്ടകൾ പണം ഉൾപ്പെടെയുള്ളവ തട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പം പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അനുവദിക്കില്ല. അതായത് അവിടെ നിയമം കൃത്യമായിട്ട് നടപ്പാക്കുന്നു. നിയമവ്യവസ്ഥ കൃത്യം ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം കൃത്യമായിട്ട് നടപ്പാക്കാൻ പോകുന്നു. ഇനി 2014 കാലത്ത് ബംഗാളിൽ കൃത്യമായിട്ട് ഈ പെട്രോളിന്റെ അംശം കണ്ടെത്തിയിരുന്നു. അപ്പൊ സാധാരണ രീതിയിൽ കടലിലൊക്കെയാണ് ഈ പെട്രോളിന്റെ അംശം കണ്ടെത്തുന്നത്. അങ്ങനെ കടൽ പര്യവേഷണം നടത്തുവാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് പെട്ടെന്ന് വന്ന് ആക്ട് ചെയ്തിട്ട് ഈ പെട്രോൾ കുഴിച്ചെടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ കരഭാഗത്തായതുകൊണ്ട് തന്നെ അതിനകത്ത് സംസ്ഥാന സർക്കാരാണ് നിലപാടെടുക്കേണ്ടത്. മമതാ ബാനർജി സർക്കാർ ഒരു കാരണവശാലും ഇത് സംബന്ധിച്ച ഫയൽ മുന്നോട്ട് നീക്കുന്നില്ല. കാരണം അങ്ങനെ സംബന്ധിച്ചാൽ അവിടെ വലിയ പുരോഗമനം സംസ്ഥാനത്ത് കിട്ടും. അപ്പോൾ മമതയുടെ ഈ പറയുന്ന ഗുണ്ടാരാഷ്ട്രീയം നിലനിൽക്കില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ കൂടുതൽ അവിടെ പതിയും. അപ്പോൾ ഇത്രയും കാലം ഒതുക്കി വെച്ചിരുന്ന ഇത്തരം പദ്ധതികളിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ ശ്രദ്ധ ഊന്നുകയാണ്. അപ്പോൾ ബംഗാൾ മൊത്തത്തിൽ ഒന്ന് അഴിച്ചു പണിയുകയാണ്. ഇവിടെ ഈ പറയുന്ന അതിർത്തിയുടെ പണിയുന്നതോടെ ഫെൻസിങ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഇനി ബംഗ്ലാദേശികളായിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാർ, പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ തീവ്രവാദ പരിശീലനം നേടിയ ആളുകൾ, ഇവരൊന്നുമില്ലാത്ത ഒരു സ്വസ്ഥ മനോഹരമായ ബംഗാൾ അത് സൃഷ്ടിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ? സമാധാനപരമായ ഒരു കിനാശേരി സ്വപ്നം കാണുന്നത് പോലെ സമാധാനപരമായ ഒരു ബംഗാൾ ജനത സ്വപ്നം കണ്ടു തുടങ്ങി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.